ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. കുമ്പളങ്ങ ഓലൻ ഉണ്ടാക്കുന്നതാണ് ഞാനിന്ന് കാണിക്കുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതും കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇനി വീഡിയോയിലോട്ട് കടക്കാം. ഞാൻ ഇത്രയും കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. ഇത് വലിയ കുമ്പളങ്ങയാണ്. ഇതിൻ്റെ പുറത്തുള്ള തൊലി നല്ല കട്ടിയുള്ളതാണ്. അത് ഞാൻ ചെത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ അരിഞ്ഞെടുക്കാം. ഇത് വൻപയറാണ്. ഇത് 3.5 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. ഞാൻ ഒരു 1/2 ഗ്ലാസ് പയർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ കുമ്പളങ്ങ എടുക്കുന്നത് അതിന് കണക്കാക്കി പയർ എടുക്കാം. ഞാൻ ഇത്രയും കുമ്പളങ്ങയ്ക്കാണ് ഇത്രയും പയർ എടുത്തിട്ടുള്ളത്. ഇത് കുതിർന്നപ്പോൾ വലുതായതാണ്. ഇനി ഇതിനെ കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാം. പയർ കുക്കറിലിട്ടതിന് ശേഷം ഇതിൽ വെള്ളം ഒഴിക്കണം. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. ഇതേപോലെ വെള്ളം പയറിൻ്റെ പുറത്ത് നിൽക്കണം. ഇനി ഇതിനെ അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. കുമ്പളങ്ങ ഇതേപോലെ അരിഞ്ഞെടുക്കണം. ഇത്ര വീതിക്ക് അരിഞ്ഞെടുക്കണം. കനം കുറച്ച് ഇത്ര വീതിക്ക് അരിഞ്ഞെടുക്കണം. പയറിപ്പോൾ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇത്ര വെന്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് 5 വിസിൽ കേട്ടു. 3-4 വിസിൽ കേട്ടാലും മതി. ഓരോ പയറിനും ഓരോ വേവാണല്ലോ, അത് കണക്കാക്കി വെള്ളം ഒഴിക്കണം. ഇനി കുമ്പളങ്ങ ഇതിലോട്ടിടാം. ഇത് 2ാം പാലാണ്. 2ാം പാൽ ഒഴിച്ചാണ് വേവിക്കാനുള്ളത്. ഇത് 1 ഗ്ലാസ് പാലുണ്ട്. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടിച്ചെടുത്തതാണ്. ആദ്യം ചെറിയ മുറി തേങ്ങ എടുത്ത് ചിരകി അതിൽ നിന്നും 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടിച്ച് പിഴിഞ്ഞെടുത്തതാണ്. എന്നിട്ട് അതിൻ്റെ കൊത്തിൽ വീണ്ടും 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്നും കൂടി അടിച്ചു. അങ്ങനെ പിഴിഞ്ഞെടുത്തതാണ് 2ാം പാൽ. 2ാം പാൽ ഒഴിച്ച് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. ഇത് വെള്ളം വറ്റണത് വരെ വേവിക്കാം. എന്നാലേ നല്ല ടേസ്റ്റ് വരുള്ളൂ. ഇനി അടുപ്പിൽ വയ്ക്കാം. ഇത് അടച്ച് വയ്ക്കാതെ തന്നെ വേവിക്കാം. വേറെ പാത്രത്തിൽ വെച്ചാലും മതി. ഞാനിതിൽ തന്നെ വെച്ചു. ഇപ്പോൾ നല്ലതുപോലെ തിളച്ചു. ഇനി മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കാം. ഞാൻ ഇതിൽ 5 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അത് കാണിക്കാൻ വിട്ടുപോയി. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. ഇപ്പോൾ വെള്ളം വറ്റി. ഇനി ഇതിലോട്ട് 1ാം പാൽ ചേർക്കാം. 1/2 ഗ്ലാസ് പാലുണ്ട്. മുളക് പൊടിയൊന്നും ചേർക്കാത്തത് കൊണ്ട് പച്ചമുളക് ചേർക്കണം. എന്നാലേ ഓലന് ടേസ്റ്റ് വരികയുള്ളൂ. ഇപ്പോൾ ഓലൻ റെഡിയായി. ഇതേപോലെ ഇരുന്നാൽ മതി. ഇനി ഇരിക്കുമ്പോൾ കുറച്ചും കൂടി കട്ടിയാവും. ഇനി തീ ഓഫ് ചെയ്യാം. സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ഓലൻ റെഡിയായി. ഇതേപോലെ ഇരുന്നാൽ മതി. കൂടുതൽ വെള്ളം ആക്കണ്ട. 1ാം പാൽ ഒഴിച്ചാൽ അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.